ഈ പരിശുദ്ധമായ ബലി നാം അർപ്പിക്കുമ്പോൾ കർത്താവിൻ്റെ കരുണ സമൃദ്ധമായി നമുക്ക് ലഭിക്കണമെന്ന് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാം ദൈവാനുഗ്രഹം ഉണ്ടാകുന്നത് അവിടുന്ന് ചേർന്ന് നിൽക്കുമ്പോൾ ഈശോയുടെ വചനത്തോട് ചേർന്ന് നിൽക്കുക, ഈശോ പറയുന്ന പോലെ പ്രവർത്തിക്കുക, ഈശോയ്ക്ക് പ്രിയപ്പെട്ടവരായി തീരുക. ഇന്ന് ജോബിൻ്റെ ജീവിതം എടുക്കുമ്പോൾ തന്നെ കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന, കർത്താവിനോട് എല്ലാ കാര്യങ്ങളും, തൻ്റെ സങ്കടങ്ങളാകട്ടെ, തൻ്റെ ഉയർച്ചകളാകട്ടെ, തൻ്റെ വീഴ്ചകളാകട്ടെ, അതിലെല്ലാം ദൈവത്തോട് കൂടി നിൽക്കുന്ന വലിയ വിശുദ്ധനാണ് ജോബ്. ഈ ജോബിനെ പോലെ പരിശുദ്ധനായി ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ഈശോടുക്കലേക്ക് പ്രകാരം ഓരോ മനുഷ്യരും വന്ന് ഞാൻ അങ്ങേ അനുഗമിക്കാം. ഒരു യുവാവ് എന്ന് പറയുന്നത് ഞാൻ അങ്ങേ അനുഗമിക്കാം. ഈശോ പറയുകയാണ്, ആകാശത്തിൽ പക്ഷികൾ കൂടുണ്ട്, കുറുനരികൾക്ക് മാളമുണ്ട്, മനുഷ്യപുത്രന് തലചായ്ക്കാൻ ഇടമില്ല. കാരണം ഈശോ ജനിച്ചത് ബെത്ലഹേമിലെ കാഴ്ചവെച്ചു. ഈശോ അടക്കം ചെയ്തത് പ്രത്യേകിച്ച് കാൽവരിയിലെ പ്രത്യേകമാമിനും മറ്റുള്ളവരുടെ ശവകുടീരത്തിങ്ങൾ, സ്വന്തമായിട്ടൊരു ശവകുടീരം പോലെയില്ല, ജനിക്കാൻ ഇടമില്ല. അതുകൊണ്ട് ഈശോ പറയുക, ആകാശത്തിലെ പക്ഷികൾ കൂടും, കുറുനരികൾക്ക് മാളും, മനുഷ്യർ തലയായിക്കാൻ ഇടമില്ല. പ്രിയമുള്ളവരെ, ഈശോയുടെ വചനമനുസരിച്ച് എങ്ങോട്ട് പോകണമോ അങ്ങോട്ട് യാത്രയാകുക. അതാണ് വലിയ അനുഗ്രഹം. ഈശോ പറയുന്ന പോലെ യാത്രയാകുക. ഈശോയുടെ സുവിശേഷം പ്രഘോഷിക്കുമ്പോൾ കുടുംബങ്ങളെയോ മാതാപിതാക്കളെയോ ബന്ധുക്കളെയോ ആരെയും നോക്കേണ്ട ആവശ്യമില്ല. മറിച്ച് സുവിശേഷം പ്രഘോഷിക്കുക, രോഗികളെ സൗഖ്യപ്പെടുത്തുക, പിശാചുബാധയെ മോചിക്കുക, കർത്താവിന് സ്വീകാര്യമായ മത്സരം പ്രഖ്യാപിക്കുക. ഈ പരിശുദ്ധമായ ബലി ഭക്തിയോടെ വിശുദ്ധി അർപ്പിക്കുമ്പോൾ ഈ ബലിയിൽ പ്രത്യേകിച്ച് ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന എല്ലാവരെയും, നികിത നെൽസനെയും മറ്റെല്ലാവരെയും അനുഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം. ഈ മകളുടെ നിയോഗങ്ങൾ, നികിത നെൽസന്റെ പ്രത്യേക നിയോഗങ്ങൾ, അതുപോലെ പ്ലമേന അപ്ലോനി ചാക്കോയുടെ നിയോഗങ്ങൾ, അജു ഏലിയാസ് ബേസലിന്റെ നിയോഗങ്ങൾ, പ്രത്യേക പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന ഡോക്ടർ റോസ്, ഡോക്ടർ സ്റ്റീവ്, ഡോക്ടർ മിറം, ഡോക്ടർ മിന്നു പോൾ, ഡോക്ടർ സജി മാത്യു, മക്കളെ നിയോഗങ്ങളും ഡോക്ടർ വിൻസ്റ്റന്റെയും നിയോഗങ്ങളും ഇവരെ സമർപ്പിക്കാം. ഈ ലോകത്തിലെ എല്ലാ കൊറോണ രോഗികൾക്ക് സൗഖ്യം ലഭിക്കാൻ പ്രാർത്ഥിക്കാം. കരങ്ങൾ കൂപ്പാം. പരിശുദ്ധിയോടെ ബലിയർപ്പിക്കാൻ വന്നുപോയ എല്ലാ തെറ്റുകൾ, പാപങ്ങൾ നമുക്ക് ഒരുമിച്ച് ഏറ്റുമല്ല. സർവശക്തനായ ദൈവത്തോടും സഹോദരനെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും വേഷമയാണ് ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ വിഴ, എൻ്റെ വിഴ, എൻ്റെ വലിയ വിഴ. ആകയാൽ നിത്യനിയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരുടെ വിശുദ്ധരോടും സഹോദരനെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവം കഴിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവനിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ. സർവശക്തനായ ദൈവമേ, മാനവരക്ഷാരഹസ്യങ്ങളുടെ ആരംഭം വിശുദ്ധ പിതാവിന്റെ വിശ്വസ്തമായ സംരക്ഷണത്തിന് അങ്ങ് വരമേൽപ്പിച്ചുവല്ലോ. ഔസേയ പിതാവിന്റെ മധ്യസ്ഥയാലും ഇന്നത്തെ തിരുനാൾ കാലവനായ വിശുദ്ധ ജെറോമിന്റെ മധ്യസ്ഥയാലും അങ്ങേ തിരുസഭയെ അങ്ങ് നിരന്തരം കാത്തു പരിപാലിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. ജോബ് തൻ്റെ സ്നേഹിതരോട് മറുപടി പറഞ്ഞു, ഒരുവന് ദൈവത്തിൻ്റെ മുൻപിൽ എങ്ങനെ നീതിമാനാകാൻ കഴിയും? ഒരുവൻ അവിടുത്തോട് വാഗ്വാദത്തിലേർപ്പെട്ടാൽ 1000
അവിടുന്ന് പർവ്വതങ്ങളെ നീക്കിക്കളയുന്നു. തൻ്റെ കോപത്തിൽ അവയെ മറിച്ചു കളയുന്നു. എന്നാൽ അവ അതറിയുന്നില്ല. അവിടുന്ന് ഭൂമിയെ പ്രകമ്പനം കൊള്ളിക്കുന്നു, അതിൻ്റെ തൂണുകൾ വിറയ്ക്കുന്നു. അവിടുന്ന് സൂര്യനോട് കൽപ്പിക്കുന്നു, അത് ഉദിക്കുന്നില്ല. അവിടുന്ന് നക്ഷത്രങ്ങൾക്ക് മുദ്ര വയ്ക്കുന്നു. അവിടുന്ന് മാത്രമാണ് ആകാശത്തെ വിരിച്ചത്. അവിടുന്ന് സമുദ്രത്തിലെ തിരമാലകളെ ചവിട്ടിമെതിക്കുന്നു. സപ്തർഷി മണ്ഡലം, മകയിരം, കാർത്തിക എന്നിവയെയും തെക്കേ നക്ഷത്രമണ്ഡലത്തെയും അവിടുന്ന് സൃഷ്ടിച്ചു. ദുർജേയമായ മഹാകൃത്യങ്ങളും എണ്ണമറ്റ അത്ഭുതങ്ങളും അവിടുന്ന് പ്രവർത്തിക്കുന്നു. അവിടുന്ന് എന്നെ കടന്നു പോകുന്നു, ഞാൻ അവിടുത്തെ കാണുന്നില്ല. അവിടുന്ന് നടന്നു നീങ്ങുന്നു, ഞാൻ അവിടുത്തെ അറിയുന്നില്ല. അവിടുന്ന് പിടിച്ചെടുക്കുന്നു, തടയാൻ ആർക്ക് കഴിയും? എന്താണ് ഈ ചെയ്യുന്നത് എന്ന് ആർക്ക് ചോദിക്കാൻ കഴിയും? അപ്പോൾ അവിടുത്തോട് ഉത്തരം പറയാൻ എനിക്ക് എങ്ങനെ വാക്ക് കിട്ടും? ഞാൻ നീതിമാനായിരുന്നാലും അവിടുത്തോട് മറുപടി പറയാൻ എനിക്ക് കഴിയുകയില്ല. എന്നെ കുറ്റം വിധിക്കുന്ന അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി ഞാൻ യാചിക്കണം. ഞാൻ വിളിച്ചപേക്ഷിച്ചിട്ട് അവിടുന്ന് ഉത്തരമരുളിയാലും അവിടുന്ന് എൻ്റെ ശബ്ദം ശ്രവിക്കുകയായിരുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുകയില്ല. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. എൻ്റെ പ്രാർത്ഥന അങ്ങയുടെ മുൻപിൽ എത്തുമാറാകട്ടെ. എൻ്റെ പ്രാർത്ഥന അങ്ങയുടെ മുൻപിൽ എത്തുമാറാകട്ടെ. കർത്താവേ, എന്നും ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു. ഞാൻ അങ്ങയുടെ സന്നിധിയിലേക്ക് കൈകൾ ഉയർത്തുന്നു. മരിച്ചവർക്ക് വേണ്ടി അങ്ങ് അത്ഭുതം പ്രവർത്തിക്കുമോ? നിഴലുകൾ അങ്ങയെ പുകഴ്ത്താൻ ഉണർന്നെഴുന്നേൽക്കുമോ? എൻ്റെ പ്രാർത്ഥന അങ്ങയുടെ മുൻപിൽ എത്തുമാറാകട്ടെ. ശവകുടീരത്തിൽ അങ്ങയുടെ സ്നേഹവും വിനാശത്തിൽ അങ്ങയുടെ വിശ്വസ്തതയും പ്രഘോഷിക്കുമോ? അന്ധകാരത്തിൽ അങ്ങയുടെ അത്ഭുതങ്ങളും ദുഷ്കൃതിയുടെ ദേശത്ത് അങ്ങയുടെ രക്ഷാകര സഹായവും അറിയപ്പെടുമോ? എൻ്റെ പ്രാർത്ഥന അങ്ങയുടെ മുൻപിൽ എത്തുമാറാകട്ടെ. കർത്താവേ, ഞാൻ അങ്ങയോട് നിലവിളിച്ചപേക്ഷിക്കുന്നു. പ്രഭാതത്തിൽ എൻ്റെ പ്രാർത്ഥന അങ്ങയുടെ സന്നിധിയിൽ എത്തുന്നു. കർത്താവേ, അങ്ങ് എന്നെ തള്ളിക്കളയുന്നത് എന്തുകൊണ്ട്? എന്നിൽ നിന്ന് മുഖം മറയ്ക്കുന്നത് എന്തുകൊണ്ട്? എൻ്റെ പ്രാർത്ഥന അങ്ങയുടെ മുൻപിൽ എത്തുമാറാകട്ടെ. ക്രിസ്തുവിനെ പ്രതി ഞാൻ സകലവും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയുമാണ്. ഇത് ക്രിസ്തുവിനെ നേടുന്നതിനും അവനോടുകൂടി ഒന്നായി കാണപ്പെടുന്നതിനും വേണ്ടിയത്രേ. കർത്താവ് നിങ്ങളോടുകൂടെ. വിശുദ്ധ ലൂക്കാ എഴുതിയ വിശുദ്ധ സുവിശേഷത്തിലെ വായന. യേശു ശിഷ്യന്മാരും പോകുന്ന വഴി ഒരുവൻ യേശുവിനോട് ചോദിച്ചു, ഗുരുവേ, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കും. യേശു പറഞ്ഞു, കുറുനരികൾക്ക് മാളങ്ങളും ആകാശ പക്ഷികൾക്ക് കൂടുകളുമുണ്ട്, എന്നാൽ മനുഷ്യപുത്രന് തലയായിക്കാൻ ഇടമില്ല. അവൻ വേറൊരുവനോട് പറഞ്ഞു, എന്നെ അനുഗമിക്കാം. അവൻ പറഞ്ഞു, കർത്താവേ, ഞാൻ ആദ്യം പോയി എൻ്റെ പിതാവിനെ സംസ്കരിക്കാൻ അനുവദിച്ചാലും. അവൻ പറഞ്ഞു, മരിച്ചവരെ സംസ്കരിക്കട്ടെ, നീ പോയി ദൈവരാജ്യം പ്രസംഗിക്കാം. മറ്റൊരുവൻ പറഞ്ഞു, കർത്താവെ, ഞാൻ നിന്നെ അനുഗമിക്കാം, പക്ഷെ ആദ്യം പോയി എൻ്റെ വീട്ടുകാരുടെ വിട വാങ്ങുവാൻ അനുവാദം നൽകണമേ. യേശു പറഞ്ഞു, കലപ്പയിൽ കൈവച്ചിട്ട്
പിന്തിരിഞ്ഞു നോക്കുന്ന ഒരുവനും സ്വർഗരാജ്യത്തിന് യോഗ്യനല്ല. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. സ്നേഹനല്ലവരെ, നമ്മളെല്ലാവരും ഒന്ന് ചേർന്ന് അർപ്പിക്കുന്ന ഈ പരിശുദ്ധമായ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകാൻ നിങ്ങൾ പ്രാർത്ഥിക്കുവേൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെ അവിടുത്തെ തിരുസഭയ്ക്ക് വേണ്ടി നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. സർവശക്തനായ കർത്താവേ, പരിശുദ്ധ കന്യകാ മറിയത്തിൽ പിറന്ന അങ്ങയുടെ ഏകപുത്രനെ വിശുദ്ധ പിതാവ് കാത്തു പരിപാലിച്ചതുപോലെ നിർമ്മലമായ ഹൃദയത്തോടുകൂടി അങ്ങേ അൾത്താരയിൽ സമീപിക്കുന്ന ഞങ്ങളെയും അങ്ങനെ ഗ്രഹിക്കണം. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവുമത്രേ. സർവശക്തനായ കർത്താവേ, പരിശുദ്ധനായ പിതാവേ, നിത്യനായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എന്നും എന്നേരം അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നത് വിശിഷ്യ വിശുദ്ധ പിതാവിന്റെ സ്വർഗീയമായ സുദരത്തിലും വിശുദ്ധ ജെറോമിന്റെ തിരുനാളിലും അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നത് ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാകും. അങ്ങയുടെ ഏകപുത്രനും പരിശുദ്ധാത്മാവിന്റെ പ്രതിബിംബത്താൽ ചാതനം ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിന് പൈതൃകമായ സംരക്ഷണം നൽകുവാനായി കന്യകാമറിയത്തിന്റെ ഭർത്താവായി അങ്ങ് നിയോഗിച്ചത് വിശുദ്ധ പിതാവ് നീതിമാനും വിശ്വസ്തനും അങ്ങേ തിരുക്കുടുംബനാഥനുമായി അങ്ങ് പുരോഗമിച്ചു. ആകയാൽ എല്ലാ മാലാഖമാരോടും എല്ലാ വിശുദ്ധരോടും ചേർന്ന് ഞങ്ങളെല്ലാവരും എളിമയോടുകൂടി ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാൽ നിറഞ്ഞു
അങ്ങയിലേക്ക് നോക്കുക. പിതാവായ ദൈവം തൻ്റെ രക്തത്തിന് രക്തവും മാംസവുമായ തൻ്റെ ജീവന്റെ ജീവനായ യേശു കുരിശിലായിരിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ സംരക്ഷണം നമുക്ക് ഈശോയെ ആരാധിക്കാം. ദൈവമേ, അങ്ങിലല്ലാതെ മറ്റാരും ആശ്രയിക്കാം. ഈ ലോകത്തിലെ എല്ലാം ഞങ്ങൾക്ക് അങ്ങയുടെ മുമ്പിൽ ഒന്നുമില്ല. അങ്ങാണ് എല്ലാത്തിനും മുകളിലായി ഞങ്ങൾ ആരാധിക്കാം. അങ്ങ് കഴിഞ്ഞിട്ട് മാത്രമാണ് ഞങ്ങൾക്ക് മറ്റെന്തുമുള്ളൂ. ഈശോയെ അങ്ങയെ ആരാധിക്കാൻ, അങ്ങയെ സ്തുതിക്കാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. സർവശക്തനായ കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ മഞ്ഞുകണങ്ങൾ പോലെ ഈ കാണിക്കകൾ അങ്ങ് പവിത്രമാക്കണം. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ ശരീരവും രക്തവുമായി തീരുമാനാകട്ടെ. അവിടുന്ന് വീണാസകലത്തിന് സ്വയമേൽപ്പിച്ചു കൊടുത്ത രാത്രിയിൽ അപ്പമെടുത്ത് പിതാവായ അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ചു തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കും. എന്തെന്നാലിത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എന്റെ ശരീരം. ദൈവമേ ദൈവമേ ആരാധന. ദൈവമേ അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് കൽപ്പിച്ചരുളി, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി കുടിക്കുവിൻ. എന്തെന്നാലിത് നിങ്ങൾക്ക് വേണ്ടി അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എന്റെ രക്തത്തിൽ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാണ്. ഇതു നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യും. യേശുവേ ആരാധന. യേശുവേ ആരാധന. യേശുവേ ആരാധന. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങ് ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങയെ തിരുമുമ്പ് എതിർക്കുവാൻ, അങ്ങയെ സ്നേഹിക്കുവാൻ ഈ എളിയവരും പാപികളുമായി ഞങ്ങളെ അർഹരാക്കി തീർത്തൽ നന്ദി പറയുന്നു. ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെല്ലാവരെയും പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമേ. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്നു അങ്ങയെ തിരുസഭയെ ഓർക്കണം. ഞങ്ങളെ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടി എല്ലാ കർദിനാൾമാർക്കും വേണ്ടി അഭിവന്യ
ജോസഫ് കളത്തുപറമ്പിൽ വരാപ്പുഴ മെത്രാപ്പൊലീത്തയ്ക്ക് വേണ്ടി മറ്റെല്ലാ മെത്രാന്മാർ, വൈദികർ, സന്യാസികൾ, ആത്മാരും ഉൾപ്പെടെ സഭയെ സ്നേഹത്തിൻ്റെ പൂർണ്ണത്തികൾ. ദൈവമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ മരിച്ചുപോയ എല്ലാവരെയും ഓർക്കണമേ. സ്വർഗസ്ഥനെ സ്വീകരിക്കണമേ. ഈ ലോകത്ത് മരണമടഞ്ഞ എല്ലാവർക്കും അന്ന് സ്വർഗം തുറന്നു കൊടുക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന നികിത നെൽസനെയും പ്രത്യേകം പ്രാർത്ഥന ആവശ്യപ്പെടുന്ന നെൽസൺ, ഷൈന, ജോജോ, നടാശയെയും, അതുപോലെ ഡോക്ടർ റോസ്, ഡോക്ടർ സ്റ്റീവ്, ഡോക്ടർ മരം, ഡോക്ടർ മിന്നു, ഡോക്ടർ വിൻസ്റ്റൺ, ഡോക്ടർ സജി മാത്യു, പ്രത്യേകം പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന അജു ഏലിയാസ് ബേസിലിനെയും അപ്ലോനി പ്ലമേന ചാക്കോയെയും മറ്റെല്ലാവരെയും ഈ ബലിയിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്ന ഓരോ കുടുംബത്തെയും, അഗസ്റ്റിൻ, ലൂസി, കുടുംബാംഗങ്ങളെല്ലാവരെയും, ഈ എളിയവരായ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോട് ആ കന്യയുടെ ഭർത്താവ് സർവത്രിക സഭയുടെ മധ്യസ്ഥം, ഞാൻ സ്വർഗീയ മധ്യസ്ഥ അപ്പോസ്തലഗണത്തോട് ഇന്നത്തെ തിരുനാൾ കാനുമുതലായ വിശുദ്ധ ജെറോമിനോട് മറ്റെല്ലാം വിശുദ്ധരോട് നിത്യജീവനിൽ പങ്കുചേരുന്നു. ഞങ്ങളെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളെ സ്തുതിക്കുകയും ബോധ്യപ്പെടുകയും ചെയ്യുന്നു. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ നീക്കും പരിശുദ്ധാത്മാവുമായ ലൈക്കും എല്ലാ മഹിമയും ആരാധനയും എന്നുമെന്നേ. നമ്മുടെ മനസ്സും ഹൃദയം സ്വർഗത്തിലേക്ക് ഉയർത്തി ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന ഏറ്റവുമല്ല. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അതിനുവേണ്ട ആഹാരം നിങ്ങൾക്ക് തരയണമേ. ഞങ്ങളെ ഏറ്റുവേണ്ടവരെ ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളെ ഏറ്റവും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രാവരത്തിൽ ഉൾപ്പെടുത്തരുതേ, ഇതിനെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളും ഞങ്ങളെ മോചിക്കണമേ. ഈ കാലയളവിൽ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളെ യേശുവിനായ യേശുക്രിസ്തുവിനെ ആഗമനം പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ഞങ്ങളെല്ലാവരും ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപങ്ങൾ മോചനാകുകയും എല്ലാ വിപത്തുകളിലും സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. എൻ്റെ കർത്താവായ യേശുക്രിസ്തുവേ, അങ്ങ് അപ്പോസ്തലന്മാരുടെ ചേരുവലും ഞങ്ങളുടെ പാപങ്ങളിലെ പിന്നെയും അങ്ങേ സഭയുടെ വിശ്വാസങ്ങൾ വാർത്ത അങ്ങേ തിരുവിളമനുസരിച്ച് തിരുസഭയ്ക്ക് സമാധാനം, ഐക്യവും കൽപ്പിച്ചാലും എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേടണമേ. കർത്താവ് സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പരസ്പരം കർത്താവിന്റെ സമാധാനം ആശംസിക്കാം. ലോകത്തിൻ പാപങ്ങൾ
സർവശക്തനായ കർത്താവേ, അങ്ങേ പരിശുദ്ധമായ അൾത്താരയിൽ നിന്നും സ്വർഗീയ ബോധനത്താൽ സന്തുഷ്ടനാകുവാൻ പിതാവിന്റെയും വിശുദ്ധ റൂമിന്റെയും മധ്യസ്ഥയാൽ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിച്ചു. നിരന്തരമായ സംരക്ഷണം അങ്ങേ കുടുംബത്തിന് നൽകുകയും അങ്ങേ ദാനങ്ങൾ ഞങ്ങളുടെ കുടുംബങ്ങളിൽ സമൃദ്ധമായി അങ്ങ് വർഷിക്കുകയും ചെയ്യണം. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ദൈവദേഹത്തെ തന്റെ ഭവനത്തിന് അധിപനായി സമ്പത്തുകളുടെയും പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിനെ വളർത്ത പിതാവ് ദൈവജനയുടെ വിരക്ത ഭർത്താവുമായ യേശുപിതാവിനെ കുടുംബങ്ങൾ സംരക്ഷിക്കുന്ന തൊഴിലാളികളെ മാതൃകയും നന്മയുടെ മധ്യസ്ഥമായി അങ്ങ് തിരുസഭയ്ക്ക് നൽകിയല്ലോ. ഈ വിശുദ്ധന്റെ യോഗ്യത വഴി ഞങ്ങളിലെ പ്രാർത്ഥനകൾ കേൾക്കണമേ. നിത്യവും ജീവിക്കുകയും വാഴുകയും ചെയ്ത അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിങ്ങളെ നമ്മുടെ എല്ലാ നിയോഗങ്ങളും ഈ പരിശുദ്ധമായ നവനെ സമർപ്പിക്കാം. നമ്മൾ പ്രാർത്ഥന ആവശ്യപ്പെടുന്ന എല്ലാവരെയും സോജൻ എന്ന കുടുംബത്തിലെ പ്രത്യേക നിയോഗം, സോജനും ഭാര്യയും കുഞ്ഞുമക്കളൊക്കെ ഐശ്വര്യയിൽ അത്യാസനയിലിരിക്കണം. മക്കൾക്ക് സൗഖ്യം ലഭിക്കണം. പ്രത്യേകിച്ച് ലോകത്തെല്ലാ കൊറോണ രോഗികൾക്ക് സൗഖ്യം ലഭിക്കണമേ. ഈ പരിശുദ്ധമായ നവനെ പങ്കുചേരുന്ന ഓരോ കുടുംബത്തെയും അവരുടെ നിയോഗങ്ങൾ, പ്രത്യേകിച്ച് നികിത നെൽസന്റെ പ്രത്യേക നിയോഗവും നമ്മുടെ എല്ലാവരും നിയോഗവും സമർപ്പിച്ച് ഏറ്റുമെല്ലാം ഭാഗ്യപ്പെട്ട സർവ്വപിതാവേ, അങ്ങയിൽ അഭയം തേടുന്നവരെ ഒരിക്കലും കൈവിടില്ല ഞങ്ങൾ അറിയുന്നു. ആകയാൽ അങ്ങ് ഞങ്ങളുടെ ശരണവും ആശ്രയവും ആയിരിക്കണമേ. ഞങ്ങളുടെ ആത്മീയവും ശാരീരികമായ എല്ലാ ആവശ്യങ്ങളും വിശേഷിച്ച ഞങ്ങളിപ്പോൾ അപേക്ഷിക്കുന്നു പ്രത്യേക നന്മകൾ കാര്യങ്ങൾ കൂപ്പി കണ്ണുകളിച്ച് നമ്മുടെ ആവശ്യം സമർപ്പിച്ച് ഔഷധപിതാവിനോട് പ്രാർത്ഥിക്കുക. ഈശോയുടെ ഹൃദയത്തിൽ അങ്ങേ വല്ലഭമായ മാധ്യസ്ഥം വഴി ഞങ്ങൾക്ക് നേടിത്തരണമേ. മനുഷ്യോദരം ചെയ്ത ദൈവജനത്തിന്റെ കാവൽക്കാരായ ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങേ പ്രാർത്ഥന ദൈവത്തിന് മുമ്പിൽ കേൾക്കപ്പെടുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. തൊഴിലാളികളെ മാതൃകയായ ഔഷധപിതാവേ, എല്ലാവിധ വിപത്തുകളിൽ ഞങ്ങളെല്ലാവരെയും കാത്തുരക്ഷിക്കണമേ. ഞങ്ങളുടെ നിരവധി പാപങ്ങൾക്ക് പരിഹാരമായി ചൈതന്യത്തോടെ വേല ചെയ്യുവാൻ എല്ലാവരെയും പ്രാപ്തരാക്കണമേ. തിരുസഭയുടെ പാലകനായ ഔഷധപിതാവേ, തിരുസഭയ്ക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. പിതാവായ ഔഷധപിതാവേ, എല്ലാം യേശുവിന് വേണ്ടി എല്ലാം പരിശുദ്ധ മറിയത്തിലൂടെ എല്ലാം അങ്ങയെ അനുകരിക്കുന്നതിന് വേണ്ടി ഇതായിരിക്കട്ടെ ജീവിതത്തിലെ മുദ്രാവാക്യം. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഭാഗ്യം, അങ്ങ് രാജ്യം വരണമേ. അങ്ങേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മ ഞങ്ങളെ രക്ഷിക്കണമേ. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ എപ്പോഴും നീക്കുവാമേ. ദൈവത്തിൻ തിരുസുധനേ, പോറ്റി വളർത്തിയ താതാ, പിഞ്ചു കിടാങ്ങളാം ഞങ്ങളനാഥരാ
പ്രാർത്ഥന കേൾക്കണം. സ്വർഗ്ഗസ്ഥനായ പിതാവേ, ഞങ്ങളെ അനുഗ്രഹിക്കണം. ലോകരക്ഷകനായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ ഔസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ദാവീദിന്റെ സന്താനമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഗോത്രപിതാക്കളുടെ പ്രവാസമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ദൈവത്തിന്റെ ഭർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. യേശുവിന്റെ ജാഗ്രത സംരക്ഷകൻ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ദൈവസ്ഥല വളർത്ത പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഏറ്റവും നീതിമാനായ യേശു പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തിരുക്കുടി തലവനെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എത്രയും വിവേക യേശു പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഏറ്റവും ധീരനായ യേശു പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഏറ്റവും കീഴ്വഴക്കമുള്ള യേശു ഞങ്ങൾക്ക് പിതാവേ, വേണ്ടി പ്രാർത്ഥിക്കണമേ. ക്ഷമയുടെ യേശു പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ദാരിദ്ര്യ സ്നേഹിത, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തൊഴിലാളികളെ മാതൃക, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. കുടുംബജീവിത അഭിമാനമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. കന്യക സംരക്ഷക, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. കുടുംബങ്ങളെ ആധാരമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. യോഗലാശ്രയമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിനാശന മധ്യസ്ഥ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ദുഷ്ടാരൂപ പരിമളമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തിരുസഭയുടെ പാതകം, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ലോകപാവങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്, കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ. ലോകപാവങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്, കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ലോകപാവങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവത്തെ തന്റെ ഭവനത്തിന്റെ അധിപനായ ദൈവം തന്റെ സകല സമ്പത്തുകളുടെയും സംരക്ഷകനുമാക്കി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ഭർത്താവായി ഔസേപ്പിതാനത്തിനുസായ ദൈവം, ഭൂമിയെ സംരക്ഷകനായി ഞങ്ങൾ വളർന്ന ദൈവവിശുദ്ധൻ സ്വർഗത്തെ ഞങ്ങളെ മധ്യസ്ഥാനിക്കാൻ കൃപയുണ്ടായിരിക്കണം. ഞങ്ങളെ കർത്താവ് അങ്ങയുടെ പുത്രമായ യേശു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേൾക്കണമേ. ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് പ്രകാശമണയായി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെ സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെ സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെ നമ്മുടെ സഹായം കർത്താവിന്റെ നാമത്തിൽ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിന്റെ നാമത്തിൽ പിതാവേ, ഞങ്ങൾ പ്രാർത്ഥനകൾ വിലാപകത്തെയും ചെയ്യട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദേശമായ ദൈവമേ, അങ്ങേ പുത്രന്റെ അതിപിതാവായി ഔസേപ്പിതാനെ മാധ്യസ്ഥാനിക്കുന്ന ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കണം. ഞങ്ങളെല്ലാവരും ഹൃദയസമാധാനം, സ്വർഗീയ അനുഗ്രഹങ്ങളും ശാരീരികാലികം പ്രാപിച്ച് അങ്ങേക്ക് നന്ദി പറയാനിടയാക്കണം. ഇത് ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കവാടം തുറക്കും രക്ഷാകരമോസ്തിയേ, ശത്രുവിനടികൾ തകർക്കാൻ ശക്തിയും തുണയും തരേണം. ഋത്വിക ദൈവത്തിനെന്നും സ്തോത്രമുണ്ടായിരേണം. സുഖത്തിലങ്ങേ വണങ്ങാം. ഞങ്ങൾക്കു കൃപ നൽകിടേണം. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. ഈ സുന്ദരമായ പ്രഭാതം നമുക്കായി തുറന്നു സർവശക്തനും കാരുണ്യവാനുമായ ദിവ്യകാരുണ്യം നൽകിയ ഈശോയെ ഞങ്ങളെ ആരാധിക്കുന്ന ഈശോയെ ഇത് നന്ദി പറഞ്ഞാലും മതിയാവില്ല. കാരണം ഓരോ പ്രഭാതവും പുതിയ ദിനമായിട്ട് അങ്ങ് ഞങ്ങൾക്ക് നൽകുന്നു. പുതിയ സ്നേഹമായി, പുതിയ ചൈതന്യമായി ഞാൻ നിനക്ക് നൽകുന്നുവെന്ന് എസെക്കിയേൽ പ്രവാചകരുടെ 36-ാം അധ്യായത്തിലൂടെ അങ്ങ് അരുളി ചെയ്തു. കർത്താവേ, ഈ സുന്ദരമായ സുന്ദരം കാണുവാൻ, ഈ പ്രഭാതത്തിൽ അങ്ങേ നടക്കണമെന്ന് അങ്ങേ ആരാധിക്കുവാൻ, അങ്ങ് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുവാൻ ഞങ്ങളുടെ മാതാപിതാക്കളോട്, ഞങ്ങളുടെ സഹോദരന്മാര്, ഞങ്ങളുടെ കുടുംബാംഗങ്ങളോട്, ഭാര്യ ഭർത്താക്കന്മാര്, മക്കളോട് ചേർന്ന് ദൈവമേ എല്ലാത്തിനും നന്ദി. ഞങ്ങൾ സംസാരിക്കുന്നുവെങ്കിൽ, നിൽക്കുന്നുവെങ്കിൽ, ഇരിക്കുന്നുവെങ്കിൽ, പഠിക്കുന്നുവെങ്കിൽ, ഞങ്ങൾക്ക് ആരോഗ്യമുണ്ടെങ്കിൽ, ഞങ്ങൾക്ക് ഉയർച്ചയുണ്ടെങ്കിൽ എല്ലാം അങ്ങയുടെ ദാനമാണ്, അങ്ങയുടെ കരുണയാണ്. ഞങ്ങളെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു.
അന്യനാടുള്ളവരെ, ഞങ്ങളുടെ വീടുകളിൽ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നവരെ, പഠിക്കുന്ന വിദ്യാർത്ഥികളെ, ജോലിയില്ലാതെ വിശ്രമിക്കുന്നവരെ, മക്കളെ വിവാഹം നടക്കാൻ പ്രാർത്ഥിക്കുന്നവരെ, വിവാഹത്തെ ഒരുങ്ങുന്ന കുട്ടികളെ എല്ലാവരെയും ഈശോയെ അനുഗ്രഹിക്കണമേ. രോഗശാന്തിക്കാൻ പ്രാർത്ഥിക്കുന്ന കൊറോണ രോഗികളെ സൗഖ്യപ്പെടണമേ. ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കണമേ. ആലപിക്കാം. ആരാധനയ്ക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ. പ്രിയമുള്ളവരെ, ഉള്ളറിയുന്നവൻ, നിന്റെ കാഴ്ചകളെ, നിന്റെ ചിന്തകളെ, വിചാരങ്ങളെ, വികാരങ്ങളെ, നിന്റെ മനസ്സിലെ എല്ലാ ചിന്തകളെയും അറിയുന്ന മോനെ തമ്പുരാനാണ് നമ്മുടെ മധ്യ എഴുന്നള്ളിരിക്കുന്നത്. ദൈവമേ, ഞങ്ങളെ ഒന്ന് പരിശുദ്ധരായി കാക്കണമേ. ഞങ്ങളെ വിശുദ്ധരായി മാറ്റണമേ. ഞങ്ങളെ കുറവുകളെ ബലഹീനതകളെ എടുത്തു മാറ്റമേ. വചനം പറയുന്നുവല്ലോ, നീ എന്നെ അനുഗമിക്കുക. ഈശോ കർത്താവ് അപ്പോൾ ആ മനുഷ്യനോട് കൂടെ ആയിരിക്കുമ്പോൾ ആ മനുഷ്യനോട് ഈശോ പറയുന്നല്ലോ, ആ മനുഷ്യൻ വന്ന് പറയും, കർത്താവേ, ഞാൻ എന്നെ അനുഗമിക്കാം. എന്തായാലും ചെയ്തല്ലോ. ആകാശത്തിലെ പക്ഷികൾക്ക് കൂടുണ്ട്, കുറുനരികൾക്ക് മാളമുണ്ട്, മനുഷ്യന് തലചായ്ക്കാനിടമില്ല. പ്രിയമുള്ളവരെ, ജനിച്ചത് വല്ലവരുടെ പുൽക്കോട്ടിൽ, വല്ലവരുടെ കാലത്തൊഴുത്ത്, മരിച്ചടക്കം ചെയ്യുന്നത് വല്ലവരുടെ സൗകര്യത്തിങ്കൽ. ഈശോ കർത്താവേ, അങ്ങയുടെ ഏറ്റവും ദയനീയമായ സ്ഥിതിയിൽ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഈ ലോകം മുഴുവനും സ്വന്തമാക്കുവാൻ, ഈ ലോകം മുഴുവനും ജീവിക്കുവാൻ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കുന്നല്ലോ. ഞങ്ങൾക്ക് സ്വന്തമായി അങ്ങ് നൽകിയതെല്ലാം ഈ ഭൂമിയിൽ ഞങ്ങളെല്ലാം നൽകിയിട്ട് കടന്നു പോകുന്നല്ലോ. വരും തലമുറയ്ക്ക് നൽകിക്കൊണ്ട് ഞങ്ങൾ കടന്നു വരുന്നല്ലോ. ഈശോയെ, സ്വർഗമാണ് ഞങ്ങൾ യഥാർത്ഥമായ കുടുംബം, സ്വർഗമായ യഥാർത്ഥമായ സ്ഥലം എന്ന വലിയ ബോധത്തോടെ ജീവിക്കാനുള്ള കൃപ നൽകണമേ. ഈ ഭൂമിയിൽ എല്ലാ കാര്യങ്ങളും സ്വർഗത്തിൽ ലക്ഷ്യമാക്കിയായി തീരുവാൻ ഞങ്ങളെ അങ്ങ് വിശുദ്ധീകരിക്കണമേ, ശക്തിപ്പെടണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കൊറോണ രോഗികളെ സൗഖ്യപ്പെടണമേ. വിദേശത്തുള്ളവരെ, അന്യനാടുകളുള്ളവരെ, ഞങ്ങളുടെ ഭവനങ്ങളിലുള്ളവരെ ഈശോയെ അനുഗ്രഹിക്കണമേ. രോഗികൾക്ക് സൗഖ്യം ലഭിക്കണമേ. ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പ്രയാസങ്ങളെ ആശ്വസിപ്പിക്കണമേ. യേശുവേ, നന്ദി. ഹല്ലേലൂയ. 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 പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന്, നേരവും ആരാധനയും സ്തുതിയും പൊഴിച്ചും പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന്, നേരവും ആരാധനയും സ്തുതിയും പൊഴിച്ചും പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന്. നേരവും ആരാധനയും സ്തുതിയും പൊഴിച്ചും കരങ്ങൾക്ക് ഈശോയ്ക്ക് പരസ്പര സ്തുതി പറയാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രസിദ്ധീകരിക്കട്ടെ.